ഇതൊരു നീണ്ട കഥയാണ്. രാത്രിയിൽ വെളിച്ചമെല്ലാം അണച്ച് വളരെ സാവധാനം ഓരോ വാക്കും ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒന്ന്. ഇതൊരു കഥയായി മാത്രം കാണുക. സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അത് എനിക്ക് മാത്രം അറിയാം. സമയം ഏകദേശം രാത്രി 1:30 കഴിഞ്ഞു കാണും. കൃത്യമായി ഓർമ്മയില്ല. ഹൈ റേഞ്ചിലൂടെയുള്ള യാത്രയാണ്. വണ്ടിയിൽ ഞങ്ങൾ 4 പേരുണ്ട്. ഞാൻ, രവി, ജോമോൻ, പിന്നെ മഹേഷ്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. തൊട്ടടുത്ത് രവിയുണ്ട്. അവൻ നല്ല ഉറക്കത്തിലാണ്. സീറ്റ് പിന്നിലേക്ക് ചാരി വായ ലേശം തുറന്ന് നല്ല കൂർക്കം വലി. പുറകിലെ സീറ്റിലാണ് ജോമോനും മഹേഷും. അവരും ഉറങ്ങി. കല്യാണത്തിൻ്റെ ക്ഷീണം എല്ലാവർക്കുമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവ് ചെയ്തല്ലേ പറ്റൂ. പുറത്ത് നല്ല മഴയാണ്. പേമാരിയല്ല, നിർത്താതെ പെയ്യുന്ന ഒരു മുഷിപ്പൻ മഴ. വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ശബ്ദം, അതല്ലാതെ വേറെ ശബ്ദങ്ങളൊന്നുമില്ല. ഇടയ്ക്കെപ്പോഴോ കോടമഞ്ഞിറങ്ങാൻ തുടങ്ങി. റോഡ് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മഞ്ഞിൽ തട്ടിച്ചിതറുന്നു. AC-യുടെ തണുപ്പ് വണ്ടിക്കുള്ളിൽ തടം കെട്ടി നിൽക്കുകയാണ്. വണ്ടിക്കുള്ളിൽ ഒരു പ്രത്യേക മണമാണ്. നനഞ്ഞ കോട്ടിൻ്റെയും കാർ പെർഫ്യൂമിൻ്റെയും പിന്നെ കുറേ നേരം അടച്ചിട്ട AC മുറിയുടെയും ഒക്കെ ചേർന്നുള്ള ഒരു മണം. അങ്ങനെ ഡ്രൈവ് ചെയ്തു പോകുമ്പോഴാണ് ആ തോന്നൽ ആദ്യമുണ്ടായത്. അതൊരു വലിയ സംഭവമൊന്നുമായിരുന്നില്ല. വണ്ടി ഒരു ചെറിയ വളവ് തിരിയുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കഴുത്തിനു പിന്നിൽ, കൃത്യമായി പറഞ്ഞാൽ എൻ്റെ സീറ്റിൻ്റെയും ഹെഡ് റെസ്റ്റിൻ്റെയും തോളിനിടയിലുള്ള ആ ചെറിയ വിടവിലൂടെ ഒരു തണുപ്പടിച്ച പോലെ. ഞാൻ വിചാരിച്ചു AC-യുടെ വെൻ്റ് എൻ്റെ നേരെ ഇരിക്കുന്നത് കൊണ്ടാകുമെന്ന്. ഞാൻ വെറുതെ ഒന്ന് കൈ ഉയർത്തി AC വെൻ്റ് തിരിച്ചു വെച്ചു. അതൊരു കാറ്റായിരുന്നില്ല. അത് ശരിക്കു പറഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ ചെവിയിൽ വന്ന് ഊതുന്നത് പോലെ, അല്ലെങ്കിലും ആരെങ്കിലും തൊട്ടു പിന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ശ്വാസം നമ്മുടെ ശരീരത്തിൽ തട്ടാറില്ലേ, അതുപോലെ. പക്ഷേ പിന്നിൽ ആരുമില്ലല്ലോ. ജോമോനും മഹേഷും നല്ല ഉറക്കത്തിലാണ്. അവർ രണ്ടുപേരും സീറ്റിൻ്റെ 2 അറ്റങ്ങളിലായാണ് കിടക്കുന്നത്. വണ്ടിയുടെ റിയർവ്യൂ മിററിലൂടെ ഞാൻ വെറുതെ ഒന്ന് നോക്കി. അകത്ത് നല്ല ഇരുട്ടാണ്. പുറത്തെ തെരുവ് വിളക്കുകൾ മിന്നിമറയുന്നത് കൊണ്ട് ഇടയ്ക്കിടെ വെളിച്ചം വണ്ടിക്കുള്ളിൽ വീഴുന്നുണ്ട്. ആ വെളിച്ചത്തിൽ ഞാൻ കണ്ടു, മഹേഷ് വലതുവശത്തെ ഡോറിലേക്ക് തല വെച്ച് കിടക്കുന്നു. ജോമോൻ ഇടതുവശത്തും. നടുവിലെ സീറ്റ് കാലിയാണ്. എനിക്ക് തോന്നിയതാകും, ഞാൻ സ്വയം പറഞ്ഞു. ഞാൻ റേഡിയോയുടെ വോളിയം കുറച്ചു. വണ്ടിയുടെ ടയർ റോഡിലെ വെള്ളത്തിലൂടെ പോകുന്ന ശബ്ദം മാത്രം. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞു കാണും. വീണ്ടും, ഇത്തവണ കുറച്ചുകൂടി വ്യക്തമായി. എൻ്റെ വലത് ചെവിയുടെ തൊട്ടു പിന്നിൽ ഒരു നിശ്വാസം, ചൂടുള്ള ഒരു ശ്വാസം. എൻ്റെ ശരീരം ഒന്ന് വിറച്ചു. അറിയാതെ ഞാൻ ബ്രേക്കിൽ കാലമർത്തിപ്പോയി. വണ്ടി ഒന്നുലഞ്ഞു. എന്താടാ? രവി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഒരു പട്ടിക്കുട്ടി കുറുകെ ചാടിയതാ, ഞാൻ കള്ളം പറഞ്ഞു. രവി വീണ്ടും തിരിഞ്ഞു കിടന്നു. ഞാൻ മിററിലേക്ക് ഒന്നുകൂടി നോക്കി. ഇല്ല, ആരും എഴുന്നേറ്റിട്ടില്ല. മഹേഷും ജോമോനും അനങ്ങിയിട്ട് പോലുമില്ല. പിന്നെങ്ങനെ? ഒരുപക്ഷെ അവർ ഉറക്കത്തിൽ കയ്യോ കാലോ നീട്ടിയതാകും. മഹേഷ് ചിലപ്പോൾ നടുവിലേക്ക് ചാഞ്ഞു കിടന്നിട്ടുണ്ടാകും. അങ്ങനെയാകാനേ വഴിയുള്ളൂ. ഞാൻ മനഃപൂർവ്വം വണ്ടിയിലെ പാട്ടൊന്നു മാറ്റി, മനസ്സ് മാറ്റാൻ വേണ്ടി. പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ പിന്നിലെ സീറ്റിലായിരുന്നു. ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. വണ്ടിയിലെ റിയർവ്യൂ മിറർ ഞാൻ എപ്പോഴും എനിക്ക് സൗകര്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാറുണ്ട്. വണ്ടിയുടെ പിൻഭാഗം മുഴുവൻ അതിൽ കാണാം. സാധാരണഗതിയിൽ പിന്നിലെ സീറ്റിലെ നടുഭാഗം, അതായത് ആരുമിരിക്കാത്ത ആ സ്ഥലം നിരപ്പായി കിടക്കണം, അല്ലേ? പക്ഷേ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ എനിക്ക് തോന്നി ആ സീറ്റിൻ്റെ കുഷ്യൻ അല്പം താഴേക്ക് അമർന്നിരിക്കുന്നില്ലേ എന്ന്. അതായത് ആരുമില്ലാത്ത ആ സീറ്റിൽ ആരോ ഇരിക്കുന്നത് പോലെ. സീറ്റിലൊരു കുഴി, ഭാരം വയ്ക്കുമ്പോൾ സ്പോഞ്ച് താഴേക്ക് പോകുന്നത് പോലെ. എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ട് വീണ്ടും തുറന്നു നോക്കി. പുറത്തെ വെളിച്ചം പോയി. ഇപ്പോൾ ഇരുട്ടാണ്. ഒന്നും വ്യക്തമല്ല. വെറും തോന്നല, ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. രാത്രി നീണ്ട യാത്രയല്ലേ, കണ്ണു മഞ്ഞളിക്കുന്നതാ. പക്ഷേ എൻ്റെ മനസ്സത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എൻ്റെ തൊട്ടു പിന്നിൽ സീറ്റിൻ്റെ വിടവിലൂടെ എന്നെ ഉറ്റുനോക്കുന്നത് പോലെ. ഏകദേശം 10 കിലോമീറ്റർ കൂടി കഴിഞ്ഞു.
റോഡിപ്പോൾ വിജനമാണ്. ഇരുവശത്തും റബ്ബർ തോട്ടങ്ങളാണ്. മരങ്ങൾ വണ്ടിക്ക് മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. റോഡിലെ വളവുകൾ കൂടിക്കൂടി വന്നു. ഇനി പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. പക്ഷേ ഓരോ തവണ വണ്ടി ഇടത്തോട്ട് വളയ്ക്കുമ്പോഴും എൻ്റെ പിന്നിലിരിക്കുന്ന ആ അദൃശ്യമായ ഭാരം എൻ്റെ നേരെ, അതായത് ഡ്രൈവർ സീറ്റിൻ്റെ നേരെ നീങ്ങുന്നതായി എനിക്ക് തോന്നി. സാധാരണ വണ്ടി വളയ്ക്കുമ്പോൾ യാത്രക്കാർ ഒരു വശത്തേക്ക് ചായുമല്ലോ, അതുപോലെ. പക്ഷേ പിന്നിൽ ആരുമില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഇടയ്ക്കിടെ ഞാൻ മിററിലൂടെ നോക്കുന്നുണ്ട്. മഹേഷ് ഇപ്പോഴും വിൻഡോയിൽ തല വെച്ച് കിടപ്പാണ്. പെട്ടെന്നാണ് ആ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചത്. ആദ്യം അത് AC-യുടെ ശബ്ദമാണെന്നാണ് കരുതിയത്. പക്ഷേ അല്ല, അതൊരു താളമായിരുന്നു. വളരെ പതുക്കെ ആരോ ശ്വാസമെടുക്കുന്ന ശബ്ദമാണ്. മൂക്കടഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജലദോഷമുള്ളപ്പോൾ ഒരാൾ ശ്വാസം വിടുന്ന ശബ്ദം കേട്ടിട്ടില്ലേ? അതുപോലെ. ആ ശബ്ദം വരുന്നത് എൻ്റെ തൊട്ടു പിന്നിൽ നിന്നാണ്. എനിക്ക് ദേഷ്യവും പേടിയും ഒന്നിച്ചു വന്നു. ഇവർ ആരെങ്കിലും എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാകുമോ? മഹേഷേ, എടാ, ഞാൻ പതുക്കെ വിളിച്ചു. മറുപടിയില്ല. മഹേഷേ, ഞാൻ ശബ്ദം അല്പം ഉയർത്തി. ആ, എന്താടാ? മഹേഷിൻ്റെ ശബ്ദം വന്നത് വലതുവശത്തെ വിൻഡോയുടെ അടുത്ത് നിന്നാണ്. അവൻ ഉറക്കപ്പിച്ചു മാറാതെയാണ് മറുപടി പറഞ്ഞത്. നീ ഒന്ന് നീങ്ങി കിടക്കാമോ? നിന്റെ ശ്വാസം എൻ്റെ കഴുത്തിലടിക്കുന്നു. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു നിമിഷത്തെ നിശബ്ദത. എടാ, നിനക്ക് വട്ടാണോ? ഞാനിവിടെ ഡോറിനോട് ചേർന്നാണ് കിടക്കുന്നത്. നിന്റെ സീറ്റിൻ്റെ അടുത്തേക്ക് എൻ്റെ കാല് പോലും എത്തില്ല. പിന്നെ ആ ശ്വാസം. അവൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം. മിററിലൂടെ ഞാൻ കാണുന്നുണ്ട്. അവൻ ഇരിക്കുന്നത് സീറ്റിൻ്റെ ഒരറ്റത്താണ്. എൻ്റെ സീറ്റിൽ നിന്ന് ഒരു കൈപ്പാടകലെ. പിന്നെ ആരാണ് എൻ്റെ തൊട്ടു പിന്നിൽ? ഓ ശരി, എനിക്ക് തോന്നിയതാകും. ഞാൻ സംഭാഷണം അവസാനിപ്പിച്ചു. അവനെ പേടിപ്പിക്കണ്ട എന്ന് കരുതി. മഹേഷ് വീണ്ടും കിടന്നു. വണ്ടി നിശബ്ദമായി. പക്ഷെ പ്രശ്നം അവിടെ തീർന്നില്ല. ഇപ്പോൾ എനിക്ക് ആ ശ്വാസോച്ഛ്വാസം വ്യക്തമായി കേൾക്കാം. അത് വണ്ടിയിലെ എൻജിൻ ശബ്ദത്തിനൊപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഞാൻ ശ്വാസം വിടുമ്പോൾ അതും ശ്വാസം വിടുന്നു. ഞാൻ ശ്വാസം പിടിച്ചു വെച്ചാൽ അതും നിൽക്കുന്നു. എൻ്റെ ഓരോ ചലനവും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഞാൻ ഗിയർ മാറ്റാൻ കൈയനക്കുമ്പോൾ പിന്നിൽ സീറ്റിലൊരു ചെറിയ അനക്കം. ഞാൻ മിററിലേക്ക് നോക്കുമ്പോൾ ആ ശ്വാസമൊന്ന് നിലയ്ക്കും. ഞാൻ നോക്കുന്നത് അതിനറിയാം. പെട്ടെന്ന് ഡാഷ്ബോർഡിൽ ഒരു ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. സീറ്റ് ബെൽറ്റ് വാണിംഗ്. ഞാൻ എൻ്റെ സീറ്റ് ബെൽറ്റ് നോക്കി. ഇട്ടിട്ടുണ്ട്. രവിയും ഇട്ടിട്ടുണ്ട്. ഈ വണ്ടിയിൽ പിൻസീറ്റിൽ ആരെങ്കിലും ഇരുന്നാൽ അവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വാണിംഗ് കാണിക്കും. അതൊരു സെൻസറാണ്. സീറ്റിൽ അമരുന്ന ഭാരമാണ് അതളക്കുന്നത്. ഡാഷ്ബോർഡിലെ സ്ക്രീനിൽ ഒരു ചിത്രം തെളിഞ്ഞു. കാറിൻ്റെ പടം. അതിൽ പിന്നിലെ 3 സീറ്റുകൾ കാണിക്കുന്നു. വലതുവശത്തെ സീറ്റിൽ മഹേഷ് ഇരിക്കുന്നു. അവിടെ പച്ച ലൈറ്റ്. ഇടതുവശത്ത് ജോമോൻ. അവിടെയും പച്ച ലൈറ്റ്. പക്ഷേ നടുവിലെ സീറ്റ് സാധാരണ ആരുമില്ലാത്തപ്പോൾ അത് ചാരനിറത്തിൽ കാണിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അത് ചുവന്നു നിൽക്കുന്നു. ആ സീറ്റിൽ ആരോ ഇരിക്കുന്നുണ്ടെന്ന് വണ്ടിയിലെ സെൻസർ പറയുന്നു. ആരോ സീറ്റ് ബെൽറ്റ് ഇടാതെ എൻ്റെ തൊട്ടു പിന്നിലിരിക്കുന്നു. എൻ്റെ കൈകൾ വിയർക്കാൻ തുടങ്ങി. സ്റ്റിയറിംഗ് വീലിൽ പിടിമുറുക്കി. എടാ, ആരെങ്കിലും സീറ്റ് ബെൽറ്റ് ഊരിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു. ശബ്ദം പുറത്തു വരാൻ പാടുപെട്ടു. മഹേഷ് തല ഉയർത്തി നോക്കി. ഇല്ലടാ, ഞങ്ങളാരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലല്ലോ. പിന്നിലെ സീറ്റിൽ എന്തിനാ സീറ്റ് ബെൽറ്റ്? അതല്ലടാ, സെൻസർ കാണിക്കുന്നു. ഞാൻ പറഞ്ഞു. ഓ, അത് നിൻ്റെ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കും. സെൻസർ ഷോർട്ടായതാകും. മഹേഷ് നിസ്സാരമായി പറഞ്ഞു. അല്ല, അതൊരു കംപ്ലൈൻ്റ് അല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം വണ്ടി ഒന്ന് കുഴിയിൽ ചാടിയപ്പോൾ പിന്നിലെ സീറ്റിൽ നിന്ന് ഒരു ഞരക്കം ഞാൻ കേട്ടു. സീറ്റിൻ്റെ സ്പ്രിങ് അമരുന്ന ശബ്ദം. ഒരു 80 കിലോയെങ്കിലും ഭാരമുള്ള ഒരാൾ സീറ്റിൽ അമർന്നിരുന്നാൽ കേൾക്കുന്ന ശബ്ദം. ഇനി സംശയിക്കാനില്ല, ഞങ്ങളുടെ കൂടെ ഈ വണ്ടിയിൽ 5ാമത് ഒരാൾ കൂടിയുണ്ട്. അത് മനുഷ്യനല്ല, അതൊരു രൂപമല്ല, അതൊരു സാന്നിധ്യം മാത്രമാണ്. പക്ഷേ അതിന് ഭാരമുണ്ട്, അതിന് ചൂടുണ്ട്, അതിന് ശ്വാസമുണ്ട്. ഞാൻ വെറുതെ മിറർ അല്പം താഴേക്കാക്കി. ഇപ്പോൾ എനിക്ക് എൻ്റെ മുഖം മാത്രം കാണാം. പിന്നിലെ സീറ്റ് കാണേണ്ട എന്ന് വെച്ചു. പക്ഷെ അപ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു. ഡാഷ്ബോർഡിലെ ആ ചുവന്ന ലൈറ്റ് അത് മിന്നാൻ തുടങ്ങി. ബീപ്പ് ശബ്ദം നിന്നു. പക്ഷേ ലൈറ്റ് മാത്രം. ഓൺ ഓഫ്. അങ്ങനെ ഒരു താളത്തിലാണ് അത് മിന്നുന്നത്. എൻ്റെ ശ്വാസത്തിൻ്റെ അതേ താളത്തിൽ. ഞാനൊന്ന് ശ്വാസമെടുത്തു.
ലൈറ്റ് തെളിഞ്ഞു. ഞാൻ ശ്വാസം വിട്ടു. ലൈറ്റ് അണഞ്ഞു. അതെ, അതെന്നെ അനുകരിക്കുകയാണ്, എന്നെ പഠിക്കുകയാണ്. ഒരു തണുപ്പ് അല പോലെ എൻ്റെ നട്ടെല്ലിലൂടെ അരിച്ചു കയറി. എനിക്ക് വണ്ടി നിർത്തി ഇറങ്ങി ഓടാൻ തോന്നി. പക്ഷെ എവിടേക്ക് ഓടാൻ? പുറത്ത് കൂരിരുട്ടാണ്. കാട് പിടിച്ച വഴി. തൊട്ടടുത്ത് കിടക്കുന്ന രവിയെ വിളിച്ചുണർത്താൻ ഞാൻ ശ്രമിച്ചു. കൈകൊണ്ട് അവനെ ഒന്ന് തട്ടി. അവൻ ഉണർന്നില്ല. അവൻ വല്ലാത്തൊരു ഗാഠനിദ്രയിലാണ്. പുറകിലെ രണ്ടുപേരും അനങ്ങുന്നില്ല. വണ്ടിയിലെ വായുവിന് അല്പം ഭാരം കൂടിയതുപോലെ, ശ്വാസം കിട്ടാത്തതുപോലെ. പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ വീണ്ടും ആ സ്പർശനം. ഇത്തവണ അത് ശ്വാസമല്ല. ആരോ സീറ്റിൻ്റെ വിടവിലൂടെ ഒരു വിരൽ, അല്ല, തണുത്ത എന്തോ ഒന്ന് എൻ്റെ കഴുത്തിലെ തൊലിയിൽ തൊടുന്ന പോലെ വളരെ പതുക്കെ ഒന്നുരസി. എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് വഴുതിപ്പോയി. വണ്ടി റോഡിൻ്റെ സൈഡിലെ പുല്ലിലേക്ക് വാഞ്ഞു. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. വണ്ടി നിന്നു. എല്ലാവരും ഞെട്ടി ഉണർന്നു. എന്താടാ, എന്താ പറ്റിയേ? രവി ചാടി എഴുന്നേറ്റു. ഒന്നുമില്ല, ഒരു പട്ടി കുറുകെ ചാടിയതാ. എൻ്റെ തൊണ്ട വറ്റി വരണ്ടിരുന്നു. ഞാൻ ക്യാബിൻ ലൈറ്റ് ഇട്ടു. വണ്ടിക്കുള്ളിൽ വെളിച്ചം നിറഞ്ഞു. ഞാൻ ധൈര്യം സംഭരിച്ച് പിന്നിലേക്ക് നോക്കി. മഹേഷും ജോമോനും പേടിച്ചിരിക്കുകയാണ്. നടുവിലെ സീറ്റ്. ആരുമില്ല. അവിടം ശൂന്യമാണ്. സീറ്റ് ബെൽറ്റ് വാണിംഗ് ലൈറ്റും ഇപ്പോൾ ഓഫാണ്. നീ ഓക്കെ അല്ലേ? ഞാൻ ഓടിക്കണോ? രവി ചോദിച്ചു. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം കുടിക്കണം. ഞാൻ വെള്ളം കുടിച്ചു. വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് അണച്ചു. വീണ്ടും ഇരുട്ട്. പക്ഷേ വണ്ടി മുന്നോട്ടെടുത്ത് ഒരല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ സീറ്റിൻ്റെ പിന്നിൽ നിന്ന് വളരെ വ്യക്തമായൊരു ശബ്ദം. തുണി ഉരസുന്ന ശബ്ദം. ആരോ കാല് പിണച്ചു വെച്ചതൊന്ന് മാറ്റിയതാണ്. എന്നിട്ട് സുഖമായി ഒന്നുകൂടി സീറ്റിലേക്ക് ചാരിയിരുന്നു. എൻ്റെ കഴുത്തിന് പിന്നിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. അത് പോയിട്ടില്ല. അത് വെളിച്ചം വന്നപ്പോൾ ഒളിച്ചതാണ്. ഇരുട്ടായപ്പോൾ തിരിച്ചു വന്നു. ഒരു ചെറിയ തട്ടുകട കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി. സമയം 3 മണിയായി കാണും. ചായ കുടിക്കാനായി എല്ലാവരും ഇറങ്ങി. എനിക്ക് വണ്ടിയിൽ നിന്നിറങ്ങാൻ തിടുക്കമായിരുന്നു. ആ ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന്, ആ സാന്നിധ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റ്. ഞങ്ങൾ റോഡരികിൽ നിന്ന് ചായ കുടിച്ചു. മഹേഷും ജോമോനും വണ്ടിയുടെ മുൻവശത്ത് നിന്ന് തമാശ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വണ്ടിയുടെ അടുത്ത് നിന്ന് മാറി കുറച്ചിരുളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. രവി എൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ മുഖത്ത് ഒരു ഗൗരവമുണ്ട്. എടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൻ പതുക്കെ ചോദിച്ചു. ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലേ, ക്ഷീണം കാരണം. രവി എന്നെ തടഞ്ഞു. അതല്ല, നീ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഉണർന്നിരുന്നു. ഞാൻ നിന്നോട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. നീ എന്താ കണ്ടത്? രവി ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു, ശബ്ദമില്ലാതെ. നിന്റെ ചുണ്ടുകൾ അനങ്ങുന്നത് ഞാൻ കണ്ടു. പിന്നെ അവൻ നിർത്തി. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ നീ ഇടയ്ക്ക് റിയർവ്യൂ മിററിലൂടെ നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടു. വെറുതെ ചിരിക്കുകയല്ല, വല്ലാത്തൊരു ചിരി. നിന്റെ മുഖത്ത് ഞാൻ ഇന്നേ വരെ കാണാത്തൊരു ഭാവം. ഞാൻ തറഞ്ഞുപോയി. രവി, സത്യമായിട്ട് ഞാൻ ചിരിച്ചിട്ടില്ല. ഞാൻ ആരോടും സംസാരിച്ചിട്ടുമില്ല. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. രവി അത് വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നി. നീ ക്ഷീണിച്ചിട്ടുണ്ട്, ഇനി ഞാൻ ഓടിക്കാം. ഞങ്ങൾ തിരികെ നടന്നു. വണ്ടിയിൽ കയറാൻ തുടങ്ങുകയായിരുന്നു. രവി ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ പോയി. ഞാൻ പാസഞ്ചർ സീറ്റിലേക്കും. പെട്ടെന്ന് ഞാൻ ആ കാഴ്ച കണ്ടു. ഞാൻ കയറാൻ പോകുന്ന ഫ്രണ്ട് സീറ്റിൻ്റെ പിന്നിലെ വിൻഡോ ഗ്ലാസ്സിൽ അകത്തുനിന്ന് ആവി പിടിച്ചിരിക്കുന്നു. പുറത്ത് നല്ല തണുപ്പാണ്, അകത്ത് ചൂടും. അതുകൊണ്ട് ഗ്ലാസ്സിൽ ആവി പിടിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ആ ഗ്ലാസ്സിൽ കൃത്യമായി ഒരു മനുഷ്യൻ്റെ മുഖം അമർത്തി വെച്ചാലുള്ള പാട്. നെറ്റിയും മൂക്കും ചുണ്ടുകളും ഗ്ലാസ്സിൽ അമർന്നു കിടന്നതിൻ്റെ നനഞ്ഞ പാട്. ആ പാട് നോക്കി നിൽക്കെ അത് മെല്ലെ മാഞ്ഞു തുടങ്ങി. ഏറ്റവും ഭയാനകമായ കാര്യം അതല്ല. ആ പാടുണ്ടായിരിക്കുന്നത് സീറ്റിൻ്റെ നടുഭാഗത്തിരിക്കുന്ന ഒരാൾക്ക് എത്തി നോക്കാവുന്ന ഉയരത്തിലല്ല. അത് സീറ്റിൻ്റെ താഴെയാണ്. തറയിലിരുന്ന്, അല്ലെങ്കിൽ സീറ്റിനടിയിൽ ചുരുണ്ടുകൂടിക്കിടന്ന് ഗ്ലാസ്സിലേക്ക് മുഖം അമർത്തിയാൽ ഉണ്ടാകുന്ന പാട്. ഇത്രയും നേരം അത് സീറ്റിലിരിക്കുകയായിരുന്നില്ല. അത് സീറ്റിനടിയിൽ, എൻ്റെ സീറ്റിൻ്റെ തൊട്ടു പിന്നിലെ ഇരുട്ടിൽ ചുരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് തല ഉയർത്തി എൻ്റെ കഴുത്തിൽ ശ്വാസം വിടുകയായിരുന്നു.
വാ പോകാം. രവി ഹോൺ അടിച്ചു. എനിക്ക് ആ വണ്ടിയിൽ കയറാൻ വയ്യ. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. വിജനമായ സ്ഥലം, രാത്രി. ഞാൻ ഡോർ തുറന്നു. കയറുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ പിൻസീറ്റിലേക്ക് ഒന്ന് നോക്കി. ആരും കയറിയിട്ടില്ല. മഹേഷും ജോമോനും പുറത്ത് സിഗരറ്റ് വലിച്ചു നിൽക്കുന്നു. പക്ഷേ പിൻസീറ്റിലെ നടുഭാഗത്തെ ലെതർ സീറ്റിൽ അവിടെ ഒരു കൈ അമർന്നിരുന്നതിൻ്റെ പാട് ഇപ്പോഴും മായാതെ കിടക്കുന്നു. 5 വിരലുകൾ അമർന്ന കുഴി. ആ കുഴി പതുക്കെ, വളരെ പതുക്കെ പഴയ രൂപത്തിലേക്ക് പൊങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആരും ഇപ്പോൾ കൈയെടുത്തതേയുള്ളൂ. ഞാൻ സീറ്റിലിരുന്നു. ഡോർ അടച്ചു. രവി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എൻജിൻ മുരണ്ടു. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആശ്വാസം തോന്നിയിരുന്നു. ആൾക്കൂട്ടവും വെളിച്ചവുമുള്ള ആ തട്ടുകടയിൽ നിന്ന് വീണ്ടും ഈ ഇരുട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആ എൻജിൻ്റെ ശബ്ദം മാത്രമാണ് കൂട്ടിനുള്ളത്. ഞാൻ പാസഞ്ചർ സീറ്റിൽ, അതായത് ഇടതുവശത്തെ സീറ്റിൽ ചാരിയിരുന്നു. രവി ഉഷാറാണ്. ചായ കുടിച്ചതിൻ്റെ ഉന്മേഷമുണ്ടവന്. അവൻ സ്റ്റിയറിങ്ങിൽ താളം പിടിച്ച് എന്തോ മൂളുന്നുണ്ട്. നല്ല തണുപ്പ്, അവൻ പറഞ്ഞു. അവൻ AC-യുടെ നോബ് തിരിച്ച് ഓഫ് ചെയ്തു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ശ്രദ്ധ വണ്ടിക്ക് പുറത്തെ ഇരുട്ടിലായിരുന്നില്ല, വണ്ടിക്കുള്ളിലെ നിശബ്ദതയിലായിരുന്നു. മഹേഷും ജോമോനും അപ്പോഴേക്കും ഉറക്കത്തിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. അവരുടെ കൂർക്കം വലി കേൾക്കാം. വണ്ടി മെയിൻ റോഡിൽ നിന്ന് മാറി കുറച്ചുകൂടി ഇടുങ്ങിയ റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഷോർട്ട് കട്ടിലേക്ക് തിരിഞ്ഞു. രവിക്ക് ഈ വഴി നന്നായി അറിയാം. അതുകൊണ്ട് അവൻ സ്പീഡ് കുറച്ചില്ല. പക്ഷേ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. നേരത്തെ എൻ്റെ സീറ്റിനടിയിൽ കണ്ട ആ കാഴ്ച, ആ നനഞ്ഞ പാട്, അതെൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു. ഞാൻ വെറുതെ വളരെ സ്വാഭാവികമായി രവിയെ ഒന്ന് നോക്കി. അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുകയാണ്. റോഡിലെ വെളിച്ചം അവൻ്റെ മുഖത്ത് മിന്നി മറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കണ്ണുപോയത് അവൻ്റെ മുഖത്തേക്കല്ല, അവൻ്റെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിലേക്കാണ്. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. രവിയുടെ തലയും സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റും തമ്മിലുള്ള ആ ചെറിയ വിടവ്, അവിടെ ഇരുട്ട് കുറച്ച് കൂടുതലായി തോന്നി. സാധാരണ പിന്നിലെ സീറ്റിൽ ആരുമില്ലെങ്കിൽ ആ വിടവിലൂടെ നോക്കിയാൽ പിന്നിലെ വിൻഡോ ഗ്ലാസും പുറത്തെ റോഡും കാണണം. പക്ഷേ ഇപ്പോൾ അവിടെ എന്തോ തടഞ്ഞു നിൽക്കുന്നു. കറുത്ത ഇടതൂർന്ന എന്തോ ഒന്ന്. അതൊരു മുടിയാണോ, അതോ ആരെങ്കിലും പിന്നിൽ നിന്ന് സീറ്റിലേക്ക് മുഖം ചേർത്ത് വച്ചിരിക്കുന്നതോ? എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ രവിയുടെ ശ്രദ്ധ മാറാതിരിക്കാൻ പാടുപെട്ടു. രവി, ഞാൻ പതുക്കെ വിളിച്ചു. എന്താടാ? റോഡിൽ നിന്ന് കണ്ണെടുക്കാതെ അവൻ ചോദിച്ചു. നിനക്ക് പിന്നിൽ ആരെങ്കിലും ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? രവി ചിരിച്ചു. നീ എന്താടാ പ്രേതകഥ പറയുകയാണോ? പിന്നിൽ ആ കൂർക്കം വലിച്ചു കിടക്കുന്ന 2 എണ്ണത്തിനെയാണോ നീ ഉദ്ദേശിച്ചത്? അവനത് തമാശയായാണ് എടുത്തത്. പക്ഷെ എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. അതല്ല, നിന്റെ സീറ്റിൻ്റെ തൊട്ടു പിന്നിൽ, ഞാൻ പറഞ്ഞു. രവി പെട്ടെന്ന് എൻ്റെ നേരെയൊന്ന് നോക്കി. അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. നീ എന്തിനാ വെറുതെ പേടിപ്പിക്കുന്നത്? എനിക്കൊന്നും തോന്നുന്നില്ല. അവൻ വീണ്ടും ഡ്രൈവിങ്ങിലേക്ക് തിരിഞ്ഞു. പക്ഷേ അവൻ ഇടയ്ക്കിടെ റിയർ വ്യൂ മിററിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കണ്ണുകളിൽ ഒരു അസ്വസ്ഥത പടരുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ മാറ്റം സംഭവിച്ചത്. വണ്ടിയുടെ സ്പീഡ് കൂടാൻ തുടങ്ങി. രവി ആക്സിലേറ്ററിൽ കാലമർത്തുന്നതായി എനിക്ക് തോന്നിയില്ല. പക്ഷേ വണ്ടി കുതിക്കുകയാണ്. സ്പീഡ് കുറയ്ക്കടാ, റോഡ് മോശമാണ്, ഞാൻ പറഞ്ഞു. ഞാൻ കൂട്ടുന്നില്ലടാ. രവിയുടെ ശബ്ദത്തിലൊരു വിറയൽ. വണ്ടി തനിയെ. അവൻ ബ്രേക്കിൽ കാലുവെച്ചു. പക്ഷെ വണ്ടി നിൽക്കുന്നില്ല. അത് ആ ഇരുട്ടിലൂടെ വളവുകൾ തിരിഞ്ഞു പായുകയാണ്. അതിപ്പോൾ എൻ്റെ പിന്നിലല്ല, അതിപ്പോൾ ഡ്രൈവർ സീറ്റിലാണ്. രവിയുടെ തൊട്ടു പിന്നിൽ, അല്ലെങ്കിൽ രവിയുടെ കൂടെ. ഡാഷ്ബോർഡിലെ ലൈറ്റുകളെല്ലാം ഒന്ന് മിന്നി. AC തനിയെ ഓണായി, ഫുൾ സ്പീഡിൽ. മുഖത്തേക്ക് തണുത്ത കാറ്റ് ആഞ്ഞടിച്ചു. ആ കാറ്റിന് വല്ലാത്തൊരു മണമായിരുന്നു. മഴ നനഞ്ഞ മണ്ണും പിന്നെ പഴയ പൂപ്പൽ പിടിച്ച തുണിയുടെയും മണം. ഇതെന്താ AC തനിയെ? രവി കൈകൊണ്ട് AC വെൻ്റ് അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോൾ അവൻ്റെ കൈ പാതി വഴിയിൽ നിന്നുപോയി. ആരോ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചതുപോലെ ഞാൻ വ്യക്തമായി കണ്ടു. രവിയുടെ കൈത്തണ്ടയിൽ വായുവിൽ നിന്നെന്ന പോലെ ഒരു അമർത്തൽ വരുന്നത്. അദൃശ്യമായ 5 വിരലുകൾ അവൻ്റെ കയ്യിൽ മുറുകി പിടിക്കുന്നു. അവൻ്റെ തൊലിപ്പുറത്ത് ആ വിരലുകൾ അമരുന്നതിൻ്റെ പാട് തെളിഞ്ഞു വന്നു. അമ്മാ, രവി നിലവിളിച്ചു. അവൻ കൈ വലിച്ചെടുക്കാൻ നോക്കി.
വണ്ടി നിയന്ത്രണം വിട്ട് റോഡിൻ്റെ സൈഡിലെ കാട്ടിലേക്ക് പാഞ്ഞു. ഞാൻ സ്റ്റിയറിങ്ങിൽ പിടിച്ചു വെട്ടിച്ചു. വണ്ടി റോഡിലേക്ക് തന്നെ കയറി. വണ്ടി നിർത്തടാ, ഞാൻ ഉറക്കെ അലറി. പറ്റുന്നില്ല, എൻ്റെ കാലനങ്ങുന്നില്ല. രവി കരയുകയായിരുന്നു. ആരോ എൻ്റെ കാലിൻ്റെ മുകളിൽ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ഞാൻ താഴേക്ക് നോക്കി. പെടലിൻ്റെ അവിടെ രവിയുടെ കാലിൻ്റെ മുകളിൽ കാഴ്ചയിലൊന്നുമില്ല. പക്ഷേ രവിയുടെ ഷൂസ് വല്ലാതെ അമർന്നിരിക്കുന്നു. അതിനു മുകളിൽ കനത്ത എന്തോ ഭാരം കയറ്റി വെച്ചതുപോലെ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഞാൻ പിന്നിലേക്ക് നോക്കി. മഹേഷേ, ജോമോനെ, എഴുന്നേൽക്കടാ. ഞാൻ ഉറക്കെ അലറി. അവർ എഴുന്നേൽക്കുന്നില്ല. അവർ മരിച്ചതുപോലെ കിടക്കുകയാണ്. സാധാരണ ഉറക്കമല്ല അത്. മഹേഷിൻ്റെ തല സീറ്റിൻ്റെ അറ്റത്തു നിന്ന് തൂങ്ങി ആടുന്നുണ്ട്. വണ്ടി വെട്ടിക്കുമ്പോൾ പോലും അവൻ ഉണരുന്നില്ല. അവർക്ക് ബോധമില്ലെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അതവരെ മയക്കി കളഞ്ഞതാണ്. ഞങ്ങളെ 2 പേരെ മാത്രം ബാക്കി നിർത്തിയിട്ട്. വണ്ടി ഇപ്പോൾ ഏതോ കുഗ്രാമത്തിലൂടെ പായുകയാണ്. വീടുകളൊന്നും കാണാനില്ല. റോഡിൻ്റെ ഇരുവശത്തും കാട് മാത്രം. പെട്ടെന്ന് വണ്ടിയുടെ ഓഡിയോ സിസ്റ്റം ഓണായി. ഞങ്ങൾ പാട്ടൊന്നും വെച്ചിരുന്നില്ല. റേഡിയോ ആണ് ഓണായത്. പക്ഷേ വന്നത് പാട്ടല്ല, ഒരു സ്റ്റാറ്റിക് ശബ്ദം. ആ ശബ്ദത്തിനിടയിലൂടെ ഒരു സ്ത്രീയുടെ മൂളൽ കേൾക്കാം. സങ്കടമുള്ള മൂളലല്ല, ഒരു താരാട്ടുപാട്ട് പോലെ. പക്ഷേ ആ താളം, അത് വണ്ടിയുടെ വേഗതയ്ക്കൊപ്പമാണ്. അതൊരു പഴയ പാട്ടാണ്. ആ ശബ്ദം വരുന്നത് സ്പീക്കറിൽ നിന്നാണോ അതോ വണ്ടിയുടെ പിൻസീറ്റിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. രവി കരയുകയായിരുന്നു. എടാ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ രവിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ നേരെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ കണ്ണുകൾ, അവൻ്റെ കൃഷ്ണമണികൾ രണ്ടും കണ്ണിൻ്റെ ഒരറ്റത്തേക്ക്, അതായത് എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അവൻ റോഡിലേക്കല്ല നോക്കുന്നത്, അവൻ എന്നെ നോക്കുകയാണ്. പക്ഷെ അവൻ്റെ തല അനങ്ങുന്നില്ല. എന്താടാ ഇത്? എനിക്ക് പേടിയാകുന്നു, രവി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷെ ആ കണ്ണുകൾ, ആ നോട്ടം, അത് രവിയുടേതായിരുന്നില്ല. അതൊരു മൃഗത്തിൻ്റെ നോട്ടമായിരുന്നു. ഇരയെ നോക്കുന്ന നോട്ടം. വണ്ടി നിർത്താൻ നോക്ക്, ഞാൻ വീണ്ടും പറഞ്ഞു. ഞാനും ആകെ തളർന്നു പോയിരുന്നു. എടാ, അതെൻ്റെ കാതിൽ പറയുന്നു, രവി മന്ത്രിച്ചു. എന്ത്? അത് പറയുന്നു ഇനിയും പോകണമെന്ന്, തീർന്നിട്ടില്ല എന്ന്. രവിയുടെ ശബ്ദം മാറിത്തുടങ്ങിയിരുന്നു. അവൻ്റെ ശബ്ദത്തിനിപ്പോൾ വല്ലാത്തൊരു ഘനമുണ്ട്. തൊണ്ടയിൽ കഫം കെട്ടിയതുപോലെയുള്ള ശബ്ദം. എനിക്ക് മനസ്സിലായി, രവി ഇപ്പോൾ തനിച്ചല്ല. അവൻ്റെ ശരീരത്തിൻ്റെ പകുതിയും അത് കൈയടക്കി കഴിഞ്ഞു. ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് രവി മാത്രമല്ല. ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ നോക്കി. എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഹാൻഡ് ബ്രേക്കിൽ പിടിച്ചു. വലിക്കാൻ നോക്കിയപ്പോൾ അത് അനങ്ങുന്നില്ല, ജാമായതുപോലെ. അല്ല, ആരോ അത് താഴേക്ക് പിടിച്ചു വച്ചിരിക്കുന്നു. പെട്ടെന്ന് പിന്നിലെ സീറ്റിൽ നിന്നൊരു ചിരി കേട്ടു. ഉറക്കത്തിൽ ആരെങ്കിലും ചിരിക്കുന്നത് പോലെ. അത് മഹേഷാണോ ജോമോനാണോ എന്ന് മനസ്സിലായില്ല. ഞാൻ തിരിഞ്ഞു നോക്കാൻ തുനിഞ്ഞു. വേണ്ട, നോക്കരുത്, രവി പറഞ്ഞു. പിന്നിലേക്ക് നോക്കിയാൽ തീർന്നു. അവൻ പറഞ്ഞത് എനിക്കുള്ള മുന്നറിയിപ്പായിട്ടല്ല, ഒരു ഭീഷണിയായിട്ടാണ്. പെട്ടെന്ന് വണ്ടി ഒരു കൊടും വളവ് തിരിഞ്ഞു. ടയറുകൾ റോഡിൽ ഉരസി തീപ്പൊരി ചിതറുന്ന ശബ്ദം. ഞങ്ങളിപ്പോൾ ഒരു കയറ്റം കയറുകയാണ്. വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. പക്ഷെ എൻജിൻ അലറുകയാണ്. മുന്നിൽ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. ഒന്നും കാണാൻ വയ്യ. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മഞ്ഞിൽ തട്ടി വെളുത്ത മതിൽ പോലെ നിൽക്കുന്നു. ആ മഞ്ഞിലൂടെ വണ്ടിയുടെ മുന്നിൽ ഞാൻ ഒരു രൂപം കണ്ടു. റോഡിൻ്റെ നടുവിൽ മഞ്ഞിൽ പൊതിഞ്ഞ് ഒരാൾ നിൽക്കുന്നു. എടാ രവി, മുന്നിൽ ആൾ നിൽക്കുന്നു, ഞാൻ ഉറക്കെ അലറി. രവി ചിരിച്ചു, വികൃതമായൊരു ചിരി. ആരുമില്ലടാ അവിടെ, ആരുമില്ല. അവൻ വണ്ടി വെട്ടിച്ചില്ല, നേരെ ആ രൂപത്തിന് നേരെ ഓടിച്ചു. എനിക്ക് ആ രൂപം വ്യക്തമായി കാണാമായിരുന്നു. ഒരു സ്ത്രീയാണ്. തലയിലൂടെ സാരി പുതച്ചിട്ടുണ്ട്. അവർ അനങ്ങാതെ നിൽക്കുകയാണ്. വണ്ടി അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുമ്പോൾ പോലും അവർ അനങ്ങുന്നില്ല. വണ്ടി അവരെ ഇടിക്കാൻ പോകുന്നതിൻ്റെ തൊട്ടു മുമ്പ് അവർ തല ഉയർത്തി. എനിക്ക് അവരുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. അവിടെ ഇരുട്ടായിരുന്നു. പക്ഷെ അവരുടെ കണ്ണുകൾ, കാറിൻ്റെ ഹെഡ്ലൈറ്റ് പോലെ തിളങ്ങുന്ന 2 കണ്ണുകൾ. ഇടിക്കല്ലേ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു വലിയ ശബ്ദം കേട്ടു. വണ്ടി എന്തിലോ ഇടിച്ചു.
പക്ഷെ അത് മാംസത്തിലോ ശരീരത്തിലോ ഇടിക്കുന്ന ശബ്ദമായിരുന്നില്ല. വണ്ടി വെള്ളത്തിൽ വീഴുന്നത് പോലെ. വണ്ടിക്കുള്ളിലൊരു തണുത്ത കാറ്റ് വീശിയടിച്ചു. എല്ലാ ഗ്ലാസുകളും ഒരേ സമയം താഴ്ന്നുപോയി. പുറത്തെ കോടമഞ്ഞ് വണ്ടിക്കുള്ളിലേക്ക് ഇരച്ചു കയറി. ഞാൻ കണ്ണു തുറന്നു. വണ്ടി റോഡിൽ തന്നെയാണ്, ഓടിക്കൊണ്ടിരിക്കുന്നു. മുന്നിൽ ആരുമില്ല. പക്ഷേ വണ്ടിക്കുള്ളിൽ ഇപ്പോൾ മഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. ആ മഞ്ഞിനിടയിലൂടെ എനിക്ക് കാണാം, പിന്നിലെ സീറ്റിൽ മഹേഷിൻ്റെയും ജോമോൻ്റെയും നടുവിൽ ആരോ ഇരിക്കുന്നു. ഇത്തവണ അത് വെറും തോന്നലല്ല, അതൊരു നിഴലുമല്ല, വ്യക്തമായ ഒരു രൂപം. കറുത്ത കോട്ടിട്ടതുപോലെ ഒരാൾ, അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് പുതച്ച ഒരാൾ. അയാളുടെ തല കുനിഞ്ഞിരിക്കുകയാണ്. കൈകൾ മടിയിൽ വെച്ചിരിക്കുന്നു. ആ കൈകൾ വളരെ നീളമുള്ള വിളറിയ കൈകൾ. വിരലുകൾ മഹേഷിൻ്റെയും ജോമോൻ്റെയും തോളിൽ തൊട്ടുരുമിയിരിക്കുന്നു. എൻ്റെ ശബ്ദം പുറത്തു വന്നില്ല. എൻ്റെ നാവ് വായയുടെ അണ്ണാക്കിൽ ഒട്ടിപ്പോയി. രവി ഇതൊന്നും അറിയുന്നില്ല. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവൻ പാടുകയാണ് റേഡിയോയിലെ ആ പാട്ടിനൊപ്പം. പിന്നിലിരിക്കുന്ന രൂപം പതുക്കെ തല ഉയർത്താൻ തുടങ്ങി. ഞാൻ റിയർവ്യൂ മിററിലൂടെ നോക്കിയില്ല. ഞാൻ നേരിട്ട് സീറ്റുകൾക്കിടയിലുള്ള വിടവിലൂടെ നോക്കുകയായിരുന്നു. ആ തല ഉയർന്നു വന്നു. മുഖമില്ല. അവിടെ മുഖമിരിക്കേണ്ട സ്ഥലത്ത് മിനുസമുള്ള ഒരു പ്രതലം മാത്രം. കണ്ണില്ല, മൂക്കില്ല, വായയില്ല. ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള വെളുത്തൊരു തല. പക്ഷെ എനിക്കറിയാമായിരുന്നു അതെന്നെ നോക്കുകയാണെന്ന്. കാരണം എൻ്റെ തലയ്ക്കുള്ളിൽ ഒരു വേദന അലയടിക്കാൻ തുടങ്ങി. ആരോ എൻ്റെ തലച്ചോറിൽ വിരലിട്ടു മാന്തുന്നതുപോലെ. തിരിഞ്ഞിരിക്കേ. ആ ശബ്ദം എൻ്റെ കാതിലല്ല കേട്ടത്, എൻ്റെ ഉള്ളിലാണ്. ഞാനൊരു യന്ത്രപ്പാവയെപ്പോലെ മുന്നിലേക്ക് തിരിഞ്ഞു. പിന്നിലേക്ക് നോക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. ഉടനെ എൻ്റെ തോളിൽ ഒരു ഭാരം വന്നു വീണു. പിന്നിൽ നിന്ന് ആരോ സീറ്റിൻ്റെ സൈഡിലൂടെ കൈയിട്ട് എൻ്റെ തോളിൽ പിടിച്ചിരിക്കുന്നു. ആ കയ്യിൽ തണുപ്പില്ല, അതിന് പൊള്ളുന്ന ചൂടാണ്. ഞാൻ ആ കൈയിലേക്ക് നോക്കി. അതെൻ്റെ സുഹൃത്തുക്കളുടെ കൈയല്ല, അതൊരു വയസ്സായ ആളുടെ ചുളിവുകൾ വീണ കൈയാണ്. പക്ഷേ നഖങ്ങൾ, കറുത്ത നീണ്ട നഖങ്ങൾ. ആ നഖങ്ങൾ എൻ്റെ ഷർട്ടിലൂടെ എൻ്റെ തൊലിയിൽ അമരുന്നു. വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു, പക്ഷെ അനങ്ങാൻ പറ്റുന്നില്ല. രവി, സഹായിക്കടാ, ഞാൻ കെഞ്ചി. രവി മറുപടി പറഞ്ഞില്ല. അവൻ വണ്ടി നിർത്താൻ പോവുകയാണെന്ന് തോന്നി. വണ്ടിയുടെ വേഗത കുറഞ്ഞു വന്നു. റോഡിൻ്റെ വശത്തേക്ക് അവൻ വണ്ടി അടുപ്പിച്ചു. എത്തിയോ? ഞാൻ ചോദിച്ചു. രവി എൻ്റെ നേരെ തിരിഞ്ഞു. വണ്ടി നിന്നു. എൻജിൻ ഓഫായിട്ടില്ല. രവി എന്നെ നോക്കി ചിരിച്ചു. ആ ചിരി വല്ലാത്തൊരു ചിരിയായിരുന്നു. വായ ചെവി വരെ വലിച്ചു നീട്ടിയതുപോലെയുള്ള ചിരി. ഇറങ്ങ്, അവൻ പറഞ്ഞു. അതവൻ്റെ ശബ്ദമായിരുന്നില്ല, ആ റേഡിയോയിൽ കേട്ട കനത്ത പരുക്കൻ ശബ്ദം. എന്താടാ? ഞാൻ ചോദിച്ചു. നീ ഇറങ്ങ്, ഇനി ഞങ്ങൾ പോയിക്കോളാം. എടാ, നീ എന്തീ പറയുന്നത്? മഹേഷും ജോമോനും അവർ വരില്ല, നീ ഇറങ്ങ്. ഇവർക്ക് എന്നെ ഒഴിവാക്കണമെന്ന് എനിക്ക് തോന്നി. അല്ല, അതിനെന്നെ ഒഴിവാക്കണം. ബാക്കി 3 പേരും ഇപ്പോൾ അതിൻ്റെ പിടിയിലാണ്. എന്നെ മാത്രമാണ് അതിന് കിട്ടാത്തത്. അതുകൊണ്ടാണ് അതെന്നെ ഇറക്കി വിടുന്നത്. എനിക്കിറങ്ങാൻ പേടിയായിരുന്നു, ഈ കാട്ടിൽ ഒറ്റയ്ക്ക്. പക്ഷേ വണ്ടിയിലിരിക്കുന്നത് അതിലും വലിയ പേടിയാണ്. ഞാൻ ഡോർ തുറന്നു, പുറത്തെ തണുപ്പിലേക്ക് ഇറങ്ങി. എൻ്റെ കാല് നിലത്ത് കുത്തിയപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. ഞാൻ ഡോർ അടച്ചു. ഗ്ലാസ്സിലൂടെ ഞാൻ അകത്തേക്ക് നോക്കി. രവി സ്റ്റിയറിങ്ങിൽ പിടിച്ച് എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. പിന്നിൽ മഹേഷും ജോമോനും ഇപ്പോഴും ഉറക്കത്തിലാണ്. പക്ഷേ നടുവിലെ സീറ്റിൽ അവിടെ ആരുമില്ല. ആ രൂപം കാണാനില്ല. വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങി. ഞാൻ റോഡിൽ തനിച്ചായി. വണ്ടിയുടെ ടൈൽ ലാമ്പ് അകന്നു പോകുന്നത് ഞാൻ നോക്കി നിന്നു. പെട്ടെന്ന് വണ്ടി ഒന്ന് നിന്നു. ഒരു 50 മീറ്റർ അകലെ ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞു. എന്തിനാ നിർത്തിയത്? എന്നെ വീണ്ടും കയറ്റാനാണോ? ഞാൻ ഒരടി മുന്നോട്ട് വെച്ചു. അപ്പോൾ കണ്ടു, വണ്ടിയുടെ പിന്നിലെ ഗ്ലാസ്സിലൂടെ 2 കണ്ണുകൾ എന്നെ നോക്കുന്നു. മഹേഷും ജോമോനും കിടക്കുന്നതിന് നടുവിൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആരോ പിൻ ഗ്ലാസ്സിലൂടെ എന്നെ ഉറ്റുനോക്കുന്നു. അതൊരു മനുഷ്യനല്ല, അതിൻ്റെ മുഖം ഗ്ലാസ്സിൽ അമർത്തി വെച്ചിരിക്കുകയാണ്. അതെന്നെ നോക്കി കൈവീശുന്നു, ടാറ്റ കാണിക്കുന്നത് പോലെ. അല്ല, അതെന്നോട് വാ എന്ന് വിളിക്കുകയാണ്. വിരലുകൾ ചില്ലിൽ മാന്തി വിളിക്കുന്നു. വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. ഇരുട്ടിലേക്ക് അത് മറഞ്ഞുപോയി. ഞാൻ ആ വിജനമായ റോഡിൽ തനിച്ചായി.
ചുറ്റും കാട്, മുകളിൽ നിലാവില്ല, എങ്ങും കൂരിരുട്ട്. എനിക്ക് എങ്ങോട്ട് നടക്കണമെന്നറിയില്ല. ഫോൺ എടുക്കാൻ ഞാൻ പോക്കറ്റിൽ കൈയിട്ടു. ഫോൺ വണ്ടിയിലാണ്. ഞാൻ സീറ്റിൽ വെച്ച് മറന്നു. ഇനി എന്തു ചെയ്യും? ഞാൻ നടക്കാൻ തീരുമാനിച്ചു. തിരികെ തട്ടുകടയിലേക്ക് നടക്കാം. ഞാൻ നടന്നു തുടങ്ങി. എൻ്റെ ഷൂസിൻ്റെ ശബ്ദം മാത്രം. കുറച്ചു ദൂരം നടന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാൽപ്പെരുമാറ്റം മാത്രമല്ല കേൾക്കുന്നതെന്ന്. ഞാൻ നിൽക്കുമ്പോൾ ഒരു ശബ്ദം നിൽക്കുന്നു. ഞാൻ നടക്കുമ്പോൾ എനിക്ക് തൊട്ടുപിന്നിൽ വേറൊരു കാൽപ്പെരുമാറ്റം കൂടി. വെറും ചെരുപ്പിട്ട കാലൊച്ചയല്ല, നഗ്നമായ പാദങ്ങൾ റോഡിൽ പതിയുന്ന ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. നോക്കിയാൽ ആരെയായിരിക്കും കാണുക എന്ന് എനിക്കറിയാം. ആ വണ്ടിയിൽ പോയത് അതായിരുന്നില്ല. അല്ലെങ്കിൽ വണ്ടിയിൽ പോയത് അതിലൊരെണ്ണം മാത്രമാണ്. മറ്റൊന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കൂടെ. ശബ്ദം അടുത്തു വരുന്നു, വളരെ അടുത്ത്. ഇപ്പോൾ എനിക്ക് ആ ശ്വാസം വീണ്ടും കേൾക്കാം. എൻ്റെ കഴുത്തിന് തൊട്ടുപിന്നിൽ ഏതോ ഒരു കാട്ടുമൃഗത്തെപ്പോലെ അത് കിതയ്ക്കുന്നുണ്ട്. പക്ഷെ അത് ഓടി വന്ന കിതപ്പല്ല, ആവേശം കൊണ്ടുള്ള കിതപ്പാണ്. ഞാൻ നടത്തത്തിന് വേഗത കൂട്ടി. പിന്നിലെ ശബ്ദവും കൂടി. നിൽക്ക്. ഒരു ശബ്ദം പതുക്കെ, വളരെ പതുക്കെ, കാറ്റിലൂടെ ഒഴുകി വരുന്നത് പോലെ. നീ എന്തിനാ ഇറങ്ങിയത്? വണ്ടിയിൽ സ്ഥലമുണ്ടായിരുന്നല്ലോ. ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ മരവിച്ചുപോയി. ആ ശബ്ദം, അത് രവിയുടെ ശബ്ദമാണ്. പക്ഷേ രവി വണ്ടിയിൽ പോയതല്ലേ, പിന്നെ ആരാണ് എൻ്റെ പിന്നിൽ? ഞാൻ തിരിഞ്ഞു നോക്കാൻ തീരുമാനിച്ചു. ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഈ അനിശ്ചിതത്വം എനിക്ക് വയ്യ. ഞാൻ മെല്ലെ തിരിഞ്ഞു. റോഡിൽ ആരുമില്ല. ശൂന്യമായ റോഡ്. ഇരുവശത്തെയും മരങ്ങൾ കാറ്റിലാടുന്നുണ്ട്. പക്ഷേ റോഡിൽ എൻ്റെ ഷൂവിൻ്റെ പാടുകൾക്ക് തൊട്ടുപിന്നിൽ വലിയ നനഞ്ഞ കാൽപ്പാടുകൾ തെളിഞ്ഞു കിടക്കുന്നു. ആ കാൽപ്പാടുകൾ എൻ്റെ നേരെ നടന്നു വന്ന് എൻ്റെ തൊട്ടുമുന്നിൽ അവസാനിച്ചിരിക്കുന്നു. എൻ്റെ കാൽവിരലുകൾക്ക് തൊട്ടുമുന്നിൽ ആരോ എൻ്റെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. എനിക്ക് കാണാൻ പറ്റാത്ത ആരോ ഒരാൾ. പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് ഒരു കാറ്റടിച്ചു. അതിനൊപ്പം ഒരു മണം. ഞാൻ വണ്ടിയിൽ മണത്ത അതേ മണം. നനഞ്ഞ തുണിയുടെയും പഴയ പൂപ്പലിൻ്റെയും മണം. എൻ്റെ മൂക്കിന് തൊട്ടുമുന്നിൽ നിന്ന് ആ ശ്വാസം വന്നു. പിന്നെ എൻ്റെ കാതുകളിൽ ആ മുറുമുറുപ്പ്. നമുക്ക് നടക്കാം, ഒരുപാട് ദൂരമുണ്ട്. ഒരു തണുത്ത കൈ എൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചു. എൻ്റെ വിരലുകൾക്കിടയിലൂടെ ആ വിരലുകൾ ഇറുകി. എനിക്ക് കൈ വലിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ പിടി മുറുകി മുറുകി വന്നു. ഞാൻ ആ ഇരുട്ടിലൂടെ നടക്കാൻ തുടങ്ങി. തനിച്ചല്ല, എൻ്റെ കയ്യിൽ പിടിച്ച് ആ അദൃശ്യനായ വഴികാട്ടി കൂടെയുണ്ട്. ഞങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പുണ്ട്, നേരം വെളുക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. ഈ രാത്രി തീരാൻ പോകുന്നില്ല. ആ തണുത്ത വിരലുകൾ എൻ്റെ കൈത്തണ്ടയിൽ മുറുകി പിടിച്ചിരുന്നു. അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയ കുട്ടിയുടെ കൈ പിടിച്ച് നടക്കില്ലേ, അതുപോലെ. പക്ഷെ ഇതിൽ സംരക്ഷണമല്ല, അവകാശമാണുള്ളത്. ഞാൻ ആ കൂരിരുട്ടിലൂടെ നടന്നു. എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സ് മരവിച്ചു പോയിരുന്നു. നിലവിളിക്കാനോ ഉതറി മാറാനോ എനിക്ക് തോന്നിയില്ല. അതെന്നെ കൊണ്ടുപോകുന്നിടത്തേക്ക് പോകാൻ ഞാൻ തയ്യാറായിരുന്നു. റോഡിൻ്റെ ഇരുവശത്തും കാടാണ്. ചിവീടുകളുടെ ശബ്ദം പോലും നിലച്ചിരിക്കുന്നു. എൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദവും ഒപ്പം ആ നഗ്നപാദങ്ങളുടെ ശബ്ദവും മാത്രം. ഞാൻ വെറുതെ ഒന്ന് താഴേക്ക് നോക്കി. എൻ്റെ കൈ വായുവിൽ തൂങ്ങിക്കിടക്കുകയല്ല, അത് ഒരു വശത്തേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അദൃശ്യമായ എന്തോ ഒന്ന് അവിടെയുണ്ട്. ഞങ്ങൾ കുറേ ദൂരം നടന്നു. ഒരുപക്ഷെ നിമിഷങ്ങൾ, അല്ലെങ്കിൽ മണിക്കൂറുകൾ. സമയത്തിനവിടെ പ്രസക്തിയില്ലായിരുന്നു. നടക്കുന്നതിനിടയിൽ ആ മുറുമുറുപ്പ് ഞാൻ വീണ്ടും കേട്ടു. ഇത്തവണ അതെൻ്റെ കാതിലല്ല, എൻ്റെ തൊലിപ്പുറത്താണ് കേട്ടത്. കൈത്തണ്ടയിൽ നിന്ന് വിരലുകളിലൂടെ അത് അരിച്ചു കയറുകയായിരുന്നു. നമ്മളടുത്തു. പെട്ടെന്ന് ദൂരെ ഒരു വെളിച്ചം കണ്ടു. ഒരു തെരുവ് വിളക്ക്. റോഡ് ചെന്ന് ചേരുന്നത് ഒരു ചെറിയ കവലയിലേക്കാണ്. അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കത്തുന്നുണ്ട്. ആ വെളിച്ചം കണ്ടതും എൻ്റെ കയ്യിലെ പിടി അയഞ്ഞു തുടങ്ങി. ആ തണുപ്പ് മെല്ലെ വിട്ടുമാറി. ഞാൻ കവലയിലെത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ആ നീണ്ട ഇരുണ്ട റോഡ് മാത്രം. ഞാൻ അവിടെ തനിച്ചായി. ഭാഗ്യത്തിന് പച്ചക്കറി എടുക്കാൻ പോകുന്ന ഒരു ജീപ്പ് ആ വഴി വന്നു. ഞാൻ കൈ കാണിച്ചു. അവർ നിർത്തി. ഞാൻ വണ്ടിയിൽ കയറി. ഡ്രൈവറോടൊന്നും പറഞ്ഞില്ല. ടൗണിലിറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞാൻ വീട്ടിലെത്തി. വീട്
അവിടെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും ആശ്വാസം തോന്നി. ഞാൻ ഗേറ്റ് അടച്ചു, വാതിൽ പൂട്ടി. ഓരോ കുറ്റിയും ഞാൻ പരിശോധിച്ചു. എല്ലാം ഭദ്രമാണ്. ഞാൻ കുളിച്ചില്ല. വേഷം പോലും മാറാതെ കട്ടിലിലേക്ക് വീണു. രവിയെയും ബാക്കിയുള്ളവരെയും കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് വയ്യായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കിപ്പോൾ ഒന്നുമില്ല. എനിക്ക് രക്ഷപ്പെടണം. ക്ഷീണം കൊണ്ട് ഞാൻ മയങ്ങിപ്പോയി. എപ്പോഴാണ് ഉണർന്നതെന്നറിയില്ല. ഉച്ചയായി കാണും. ജനലിലൂടെ വെളിച്ചം വരുന്നുണ്ട്. പുറത്ത് വണ്ടികൾ പോകുന്ന ശബ്ദം, കുട്ടികൾ കളിക്കുന്ന ശബ്ദം. ആവൂ, എല്ലാം കഴിഞ്ഞു, ഞാൻ വിചാരിച്ചു. അതൊരു പേടി സ്വപ്നം മാത്രമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് തോന്നി. രാത്രിയിലെ യാത്ര, ഉറക്കക്ഷീണം, കാട്ടിലെ വഴി എല്ലാം കൂടി ചേർന്ന് മനസ്സുണ്ടാക്കിയ ഓരോ തോന്നലുകൾ. ഞാൻ എഴുന്നേറ്റ് മുഖം കഴുകി. ഭാര്യ അടുക്കളയിലുണ്ട്. എപ്പോൾ വന്നു? അവൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? അവർ പോയി. എന്നെ ഗേറ്റിന് മുന്നിലിറക്കി. ഞാൻ കള്ളം പറഞ്ഞു. അന്ന് പകൽ മുഴുവൻ ഞാൻ സാധാരണ പോലെ ഇരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇടയ്ക്കിടെ എനിക്കൊരു സംശയം. എൻ്റെ ഇടത് കൈ, അതായത് ആ സാന്നിധ്യം പിടിച്ച് നടന്ന കൈ, അവിടെ ഇപ്പോഴും ആ തണുപ്പ് മാറിയിട്ടില്ല. എത്ര കഴുകിയിട്ടും ചൂടുവെള്ളത്തിൽ പിടിച്ചിട്ടും ആ വിരലുകൾ പതിഞ്ഞ ഭാഗം ഐസ് പോലെ തണുത്തിരിക്കുന്നു. രാത്രിയായി. എനിക്ക് പേടി തുടങ്ങി. വെളിച്ചമണയ്ക്കാൻ എനിക്ക് ധൈര്യമില്ല. എന്താ ലൈറ്റ് അണയ്ക്കാത്തത്? ഭാര്യ ചോദിച്ചു. എനിക്ക് കുറച്ച് വായിക്കാനുണ്ട്, നീ കിടന്നോ? അവൾ ഉറങ്ങി. ഞാൻ കട്ടിലിൽ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. മുറിയിൽ AC ഇട്ടിട്ടില്ല, ഫാൻ മാത്രമേ ഉള്ളൂ. ജനലുകളെല്ലാം അടച്ചിട്ടുണ്ട്, കർട്ടനുകളും ഇട്ടിട്ടുണ്ട്. സമയം ഏകദേശം 1 മണി. യാത്രയിൽ എല്ലാം തുടങ്ങിയ അതേ സമയം. പെട്ടെന്ന് മുറിയിലെ ഫാനിൻ്റെ ശബ്ദത്തിനൊരു മാറ്റം. അതിനൊപ്പം ആ പഴയ ശബ്ദം. എൻ്റെ നെഞ്ചിടിപ്പ് നിന്നുപോയി. ഞാൻ ചുറ്റും നോക്കി. മുറിയിൽ ആരുമില്ല. ഭാര്യ നല്ല ഉറക്കത്തിലാണ്. ശബ്ദം വരുന്നത് ജനലിൻ്റെ ഭാഗത്തു നിന്നാണോ? അല്ല, വാതിലിൻ്റെ വിടവിൽ നിന്നാണോ? അതുമല്ല. ഞാൻ ശ്വാസം പിടിച്ചു വെച്ചു. ശബ്ദം അപ്പോഴും കേൾക്കാം, കൃത്യമായ താളത്തിൽ. അത് വരുന്നത് പുറത്തുനിന്നല്ല. അതെൻ്റെ കിടക്കയുടെ അടിയിൽ നിന്നാണ്. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ തൊട്ടു താഴെ, തറയ്ക്കും കട്ടിലിനും ഇടയിലുള്ള ആ ഇരുട്ടിൽ ആരോ കിടക്കുന്നുണ്ട്. ഞാൻ കിടക്കുന്ന അതേ ദിശയിൽ, എൻ്റെ നേരെ താഴെ. നടുഭാഗത്തെ സ്ലാബിനു മുകളിൽ എനിക്ക് ആ കിടക്കയുടെ കുഷ്യനിൽ താഴെ നിന്നൊരു മർദ്ദം അനുഭവപ്പെട്ടു. ഞാൻ കിടക്കുന്നതിൻ്റെ കൃത്യം എതിർവശത്തു നിന്ന് ഒരാൾ മുകളിലേക്ക് തള്ളുന്നതുപോലെ. അതിൻ്റെ വിരലുകൾ, കൂർത്ത നഖങ്ങൾ മെത്തയ്ക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്നത് എനിക്കറിയാം. അതെൻ്റെ ശരീരത്തിൻ്റെ ചൂട് തേടുകയാണ്. ഞാൻ എഴുന്നേൽക്കാൻ നോക്കി. പക്ഷെ എൻ്റെ കൈകാലുകൾ അനങ്ങുന്നില്ല. ഇന്നലെ രവിക്ക് പറ്റിയ അതേ അവസ്ഥ. ആരോ എൻ്റെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്നു. എൻ്റെ കാതിന് തൊട്ടരികിൽ തലയിണയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു വന്നു. അതൊരു മുറുമുറുപ്പല്ല, അതൊരു ചോദ്യമാണ്. നമുക്ക് ഇനിയും പോകണ്ടേ? ഈ യാത്ര അവസാനിച്ചിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ കാറിൽ നിന്നിറങ്ങിയപ്പോൾ അത് എന്നെ വിട്ടുപോയതല്ല, അതെൻ്റെ കൂടെ ഇറങ്ങിയതാണ്. എൻ്റെ കയ്യിൽ പിടിച്ച് നടന്നത് എന്നെ വീട്ടിലാക്കാനല്ല, അതിന് താമസിക്കാൻ ഒരിടം കാണിച്ചു കൊടുക്കാനാണ്. അതിപ്പോൾ എൻ്റെ മുറിയുടെ മൂലയിൽ, അലമാരയുടെ മുകളിൽ, കർട്ടൻ്റെ ഇടയിൽ എല്ലാം മാറി മാറി നിന്ന് അതെന്നെ നോക്കുന്നുണ്ട്. ഏറ്റവും ഭയാനകമായ കാര്യം അതല്ല. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിലെ നിശബ്ദത ഒന്ന് ശ്രദ്ധിക്കൂ. ഫാനിൻ്റെ ശബ്ദത്തിനിടയിൽ, അല്ലെങ്കിൽ ജനലിനു പുറത്തെ കാറ്റിനിടയിൽ ഒരു നേർത്ത ശ്വാസത്തിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഞാനിത് പറയുമ്പോൾ അതെൻ്റെ കൂടെയുണ്ട്. നിങ്ങളിത് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ കൂടെയുമുണ്ട്. നിങ്ങളുടെ തൊട്ടുപിന്നിൽ. തിരിഞ്ഞു നോക്കരുത്, അതാണ് അതിനിഷ്ടം.